നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മകരവിളക്ക് മഹോത്സവം ഭക്തിനിർഭരമായി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. അന്തിക്കാട് പഞ്ചായത്തിലെ പാലിയേറ്റീവ് രോഗികൾ പ്രതിസന്ധിയിൽ. സ്വയം തൊഴിൽ ചെയ്തിട്ടും ഉപജീവനത്തിന് മാർഗമില്ല. പാലിയേറ്റീവ് രോഗികൾ നിർമ്മിക്കുന്ന കുടകൾ വിറ്റുപോകാത്തത് പ്രതിസന്ധി. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ തെരുവുനായ ശല്യത്തിന് പരിഹാരമില്ല. ആളുകൾക്ക് കടിയേൽക്കുന്നത് പതിവായിട്ടും അനക്കമില്ലാതെ അധികൃതർ. വാർത്തകൾ വിശദമായി. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മകരവിളക്ക് മഹോത്സവം ഭക്തിനിർഭരമായി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. മൂത്തെടുത്ത് മനക്കിൽ ഹരിദാസ് നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. നെല്ല്, മലർ, അവിൽ പറകൾക്ക് പുറമെ ഭക്തർ നാണയപ്പറയും സമർപ്പിച്ചു. കർപ്പൂര ആരതിയിലും പ്രസാദഊട്ടിലും നിരവധി ഭക്തർ പങ്കെടുത്തു. മകരസംക്രമ ചടങ്ങുകളോടനുബന്ധിച്ച് ശ്രേയസ് നമ്പൂതിരിപ്പാടിന്റെ അഷ്ടപതിയും ശ്രീറാം ഭജൻസിന്റെ നാമസങ്കീർത്തനവും തൃശൂർ സൗപർണികയുടെ ഗാനമേളയും ക്ഷേത്രം നാരായണീയം ഭജൻസിന്റെ നാമസങ്കീർത്തനവും അരങ്ങേറി. ചടങ്ങിൽ ക്ഷേത്രത്തിൽ പുതുതായി പണി കഴിപ്പിച്ച വിളക്കുമാടം ആഞ്ചേരി മണി മേനോൻ സമർപ്പിച്ചു. അന്തിക്കാട് പഞ്ചായത്തിലെ പാലിയേറ്റീവ് രോഗികളെല്ലാം സ്വന്തം ചിലവുകൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് വരുമാനം നേടുന്നവരാണ്. സ്വന്തമായി കുടകൾ നിർമ്മിച്ച് ഉപജീവനം കണ്ടെത്തുന്ന ഇവർ ഇപ്പോൾ വിപണിയിൽ കുടകൾ വേണ്ടത്ര വിറ്റുപോകാത്തതുമൂലം കടുത്ത പ്രതിസന്ധിയിലാണ്. സെറിബ്രൽ പാൾസി ബാധിതനാണ് അന്തിക്കാട് ചെമ്മാപ്പള്ളി ഷീബയുടെയും വിശ്വന്റെയും മകൻ ശ്രീ വിനേഷ്. ജന്മന അസുഖബാധിതനായ മകന്റെ ചികിത്സയ്ക്കും മറ്റും പണം കണ്ടെത്താനാണ് ഷീബ കുട നിർമ്മാണം തുടങ്ങിയത്. തയ്യൽക്കാരനായ ഭർത്താവിന്റെ ചെറിയ വരുമാനം കൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും നടത്താൻ കുടുംബം ബുദ്ധിമുട്ടിയതോടെയാണ് കുടകൾ നിർമ്മിച്ചു തുടങ്ങിയത്. എന്നാൽ നിർമ്മിക്കുന്ന കുടകളെല്ലാം വിറ്റഴിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഇവരുടെ പ്രതിസന്ധി. എൻ്റെ മോന് സെറിബ്രൽ പാൾസിയുള്ള കുട്ടീന് ബെഡ് റൈഡറാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു കുടയുടെ ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കുടകൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു വരുമാനം കിട്ടാൻ ഞങ്ങളുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ അതല്ല ഇങ്ങനത്തെ കുറേ കുട്ടികളുണ്ട്, രോഗികളുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ട് ഒരു ഇങ്ങനെ വിപണിയിലൊരു സംരംഭം ആരംഭിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനുള്ള വരുമാനം ഞങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തരാൻ, എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരാനായിട്ട്. കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന അന്തിക്കാട് സ്വദേശി വത്സനും കുടനിർമ്മാണത്തിൽ സജീവമാണ്. ദിവസം 6 കുടകൾ വരെ നിർമ്മിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ കുടകൾക്ക് വിപണിയിൽ വേണ്ടത്ര സ്വീകാര്യതയില്ല എന്നതാണ് ഇവരുടെയും പ്രശ്നം. ഭാര്യ പപ്പടമുണ്ടാക്കി വിൽക്കുന്നതുകൊണ്ടാണ് ഇവർ ഒരുവിധം ജീവിക്കുന്നത്. 1 വർഷമായി കിടപ്പിലായ ചാഴൂർ സ്വദേശി 82 വയസ്സുള്ള നബീസയ്ക്ക് വേണ്ടി കുടകൾ നിർമ്മിക്കുന്നത് മകളാണ്. അന്തിക്കാട് സ്വദേശി ബിജുവും ദിവസം 3 കുട വരെ നിർമ്മിക്കുന്നുണ്ട്. പുത്തൻപീടികയിലെ കാരുണ്യ പാലിയേറ്റീവ് സംഘടന വഴിയാണ് ഇവർക്ക് കുടനിർമ്മാണം പരിശീലിപ്പിച്ചതും നിർമ്മാണ വസ്തുക്കൾ എത്തിച്ചു നൽകുന്നതും. ഒരു കുടയ്ക്ക് 100 രൂപ മുതൽ നിർമ്മിക്കുന്ന ആൾക്ക് ലഭിക്കും. അപ്പോൾ ഞങ്ങൾ കാരുണ്യ പാലിയേറ്റീവ് കെയറിൻ്റെ കിടപ്പ് രോഗികളുടെ പുനരധിവാസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആർദ്രം പ്രോഡക്റ്റ് എന്നാണ് ഇതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ആർദ്രം പ്രോഡക്ട്സിൽ മെയിനായിട്ട് ഇപ്പോൾ കുടകളും പേപ്പർ പെന്നുമാണ് നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച്
ബുക്സ് അങ്ങനെ കുറച്ച് ഉൽപ്പന്നങ്ങളും കൂടി ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ഒരു 10 രോഗികൾ നമ്മൾക്ക് മെയിനായിട്ട് ഈ പ്രോഡക്ട്സ് അവർ വീട്ടിലിരുന്ന് ചെയ്യുന്നുണ്ട്. രോഗികൾ തന്നെ ചെയ്യുന്നവരുണ്ട്, പിന്നെ അവരുടെ കൂട്ടിരിപ്പുകാരും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു 10-12 രോഗികൾ ഈ കുടകളും പേപ്പർ പെന്നും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ചെറിയൊരു വരുമാന മാർഗം, പുറത്ത് പോയി അവർക്കൊന്നും ചെയ്യാനായിട്ട് പറ്റാത്ത അവസ്ഥയിൽ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റിംഗ് മെയിനായിട്ട് വിപണനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2, 3, 5 ഹോൾഡ് കുടകളും കാലൻ കുടകളും ഇവർ നിർമ്മിക്കുന്നുണ്ട്. 320 മുതൽ 580 രൂപ വരെയാണ് വിപണി വില. എന്നാൽ വൻകിട കമ്പനികൾക്കിടയിൽ ഇവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ട സ്വീകാര്യത ലഭിക്കാത്തതാണ് പ്രതിസന്ധി. 10 പാലിയേറ്റീവ് രോഗികളാണ് അന്തിക്കാട് മേഖലയിൽ കുടനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ തെരുവുനായ ശല്യത്തിന് പരിഹാരമില്ല. ആളുകൾക്ക് തെരുവുനായയുടെ കടിയേൽക്കുന്നത് പതിവായിട്ടും അധികൃതർക്ക് അനക്കമില്ലെന്ന ആരോപണം. തെരുവുനായകൾക്ക് ഷെൽട്ടർ അടക്കം ഒരുക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ തെരുവുനായ ശല്യം വീണ്ടും കൂടുന്നു. പൂങ്കുന്നം ക്യാപിറ്റൽ ഹോംസ് ഫ്ളാറ്റിലെ സെക്യൂരിറ്റിയായ മുണ്ടൂരിൽ താമസിക്കുന്ന ഇമ്മട്ടി ദേവസിയുടെ മകൻ ജെയിംസിനെ തെരുവുനായ കടിച്ചു. പുഷ്പഗിരി ഗ്രാമത്തിൽ ESI ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന സ്ത്രീയെയും കടിച്ചിട്ടുണ്ട്. നിരവധി തവണ കോർപ്പറേഷൻ അധികാരികളോട് രേഖാമൂലവും കൗൺസിൽ യോഗത്തിലും ആവശ്യപ്പെട്ടിട്ടും നായ്ക്കൾക്ക് ഷെൽട്ടർ തുടങ്ങിയ കാര്യങ്ങളിൽ ശാശ്വത പരിഹാരം കോർപ്പറേഷൻ അധികാരികൾ കാണുന്നില്ലെന്ന് കോർപ്പറേഷൻ കൗൺസിലർ AK സുരേഷ് ആരോപിച്ചു. വാക്കുതർക്കത്തിനൊടുവിൽ 3 യുവാക്കൾക്ക് വെട്ടേറ്റു. പട്ടിക്കാട് PC റോഡ് ജംഗ്ഷനിൽ ചൊവ്വാഴ്ച അർദ്ധരാത്രിയിലാണ് സംഭവം. പരിക്കേറ്റ യുവാക്കളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാരായ്ക്കൽ സ്വദേശി പ്രജോദ്, PC സ്വദേശികളായ രാഹുൽ, പ്രിൻസ് എന്നിവർക്കാണ് സാരമായി പരിക്കേറ്റത്. പ്രജോദിനെ ജൂബിലി മിഷൻ ആശുപത്രിയിലും മറ്റ് 2 പേരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. PC പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. നാട്ടുക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്കായി ആദരവൊരുക്കുന്നു. ടാലന്റ് സ്കൗട്ട് 2K25 ശനിയാഴ്ച നടക്കും. വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും മികവ് പുലർത്തുന്ന കുട്ടികളെ ആദരിക്കുന്നതിനുമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങ് അഡ്വക്കേറ്റ് രഘുരാമപണിക്കർ ഉദ്ഘാടനം ചെയ്യും. ട്രഷർ ഹണ്ട്, പസിൽ, റീൽ മേക്കിംഗ്, ക്വിസ്, മൊബൈൽ ഗെയിമിംഗ് തുടങ്ങി വ്യത്യസ്തയിനം മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്നും വിജയികൾക്ക് 20,000 രൂപയുടെ ക്യാഷ് പ്രൈസ് സമ്മാനിക്കുമെന്നും ഭാരവാഹികളായ പ്രിൻസിപ്പൽ NC അനീജ, സ്റ്റാഫ് കോർഡിനേറ്റർ കണ്ണൻ രവീന്ദ്രൻ, V ശശിധരൻ, MV ലതിമോൾ, സ്റ്റുഡന്റ് കോർഡിനേറ്റർ TA ഫിസ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. NES കോളേജിൻ്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം നമ്മൾ അനൗൺസ് ചെയ്യാണ്. ടാലൻറ്റ് സ്കൗട്ട് 2025. ഈ ടാലൻറ്റ് സ്കൗട്ട് 2025 നമ്മൾ ജനുവരി 18 കോളേജ് ക്യാമ്പസിലാണ് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പരിപാടിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ശ്രീ രഘുരാമ പണിക്കർ അവറുകളാണ് അന്ന് നിർവഹിക്കുന്നത്. ഈ പ്രോഗ്രാം നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് 8ാം ക്ലാസ് തുടങ്ങി +2 വരെ പഠിക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ എല്ലാ വിദ്യാർത്ഥികളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു ടാലൻറ്റ് സ്കൗട്ട് എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ പരിപാടിയിൽ 8ാം ക്ലാസ് തുടങ്ങി +2 വരെയുള്ള കുട്ടികളുടെ അവരുടെ പഠിപ്പിന് അതീതമായിട്ടുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങനൊരു പ്രോഗ്രാം കോളേജിൽ അനൗൺസ് ചെയ്തിട്ടുള്ളത്. തളിക്കുളം മഹിളാ സമാജത്തിന്റെ നേതൃത്വത്തിൽ തൊഴിൽ ഗ്രാമ പദ്ധതിക്ക് തുടക്കമായി. മിനിസ്ട്രി ഓഫ് ഇന്ത്യ MSCM മന്ത്രാലയം ജോയിന്റ് ഡയറക്ടർ GS പ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു. മഹിളാ സമാജം ഓഫീസിൽ ആരംഭിച്ച ജനസേവാ കേന്ദ്രം മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ സമാജം പ്രസിഡന്റ് ഷീജ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കിഡ്നി ദാനത്തിലൂടെ മാതൃകയായ ജീവകാരുണ്യ പ്രവർത്തകൻ ഷൈജു സായിറാമിനെയും മഹിളാ സമാജം സ്ഥാപക പ്രസിഡന്റ് കല്ലു തമ്പിയെയും ചടങ്ങിൽ ആദരിച്ചു. മഹിളാ സമാജം സെക്രട്ടറി നീതു പ്രേംലാൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിൻഡ സുഭാഷ് ചന്ദ്രൻ, പഞ്ചായത്ത് മെമ്പർമാരായ ജീജ രാധാകൃഷ്ണൻ, ഷൈജ കിഷോർ, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ബ്രാഞ്ച് മാനേജർ അഖിൽ, മഹിളാ സമാജം ട്രഷറർ സജു ഹരിദാസ്, കുടുംബശ്രീ ചെയർപേഴ്സൺ മീന രമണൻ, സമാജം ഭാരവാഹികളായ രമ പ്രതാപൻ, ഇന്ദിരാ ധർമ്മൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങാവ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ദീപാഞ്ജലി ആഘോഷം നടന്നു.
മകരസംക്രമത്തോടനുബന്ധിച്ച് ക്ഷേത്രനടയിൽ 3008 എള്ളുതിരികൾ തെളിയിച്ച് നിരവധി ഭക്തർ പങ്കാളികളായി. ചൊവ്വൂർ പത്തനാപുരം ശ്രീ പാർത്ഥസാരഥി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മുപ്പെട്ട് വ്യാഴാഴ്ച ആചരിക്കും. സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി മുഖ്യപ്രഭാഷണം നടത്തും. ഈ മാസത്തെ മുപ്പെട്ട് വ്യാഴം ആചരണത്തോടെ ആരംഭിക്കുന്ന പ്രഭാഷണം, അന്നദാനം, വൈകിട്ട് 6:30 ദീപാരാധന, ഭജന എന്നിവ എല്ലാ മാസവും മുപ്പെട്ട് വ്യാഴാഴ്ചകളിൽ തുടർന്ന് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കോടന്നൂർ താണിക്കമുനയം ചിറയത്ത് റപ്പായി നിര്യാതനായി. സംസ്കാരം നടത്തി. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7340 രൂപ, പവന് 58,720 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മകരവിളക്ക് മഹോത്സവം ഭക്തിനിർഭരമായി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. അന്തിക്കാട് പഞ്ചായത്തിലെ പാലിയേറ്റീവ് രോഗികൾ പ്രതിസന്ധിയിൽ. സ്വയം തൊഴിൽ ചെയ്തിട്ടും ഉപജീവനത്തിന് മാർഗമില്ല. പാലിയേറ്റീവ് രോഗികൾ നിർമ്മിക്കുന്ന കുടകൾ വിറ്റുപോകാത്തത് പ്രതിസന്ധി. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ തെരുവുനായ ശല്യത്തിന് പരിഹാരമില്ല. ആളുകൾക്ക് കടിയേൽക്കുന്നത് പതിവായിട്ടും അനക്കമില്ലാതെ അധികൃതർ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.